എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഒക്ടോബർ മാസം മകരക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. ഉത്രാടത്തിൻ്റെ കാൽഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ അരയും ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുള്ളത്. ഇവർക്ക് 2024 ഒക്ടോബർ എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് പിറകിലേക്ക് ഇവരുടെ കാലഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവരുടെ ഗ്രഹനിലേക്ക് ഒന്ന് നോക്കാം. 2023 ജനുവരി മാസത്തോടു കൂടിയിട്ട് ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ജന്മശനി ഒഴിഞ്ഞ് ശനിയുടെ അന്ത്യപാദം, ശനിയുടെ അന്ത്യപാദമായിട്ടുള്ള ഇവരുടെ രാശി വെച്ച് നോക്കുമ്പോൾ കുംഭൻ രാശിയിലേക്ക് ശനി പകർന്നതോടു കൂടിയിട്ട് ഇവർ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം, ഒരു പരീക്ഷണ ഘട്ടം, ഒരു 5 വർഷത്തെ പരീക്ഷണ ഘട്ടം ഈ രാശിക്കാർ കടന്നു. ഏകദേശം 23 പിറകിലേക്ക് 5 വർഷം എന്ന് പറയുമ്പോൾ 2017 അവസാനമോ 18 മുതൽ ഒരു കടുത്ത പരീക്ഷണ ഘട്ടത്തിലായിരുന്നു ഈ രാശിക്കാരുണ്ടായിരുന്നത്. ആ പരീക്ഷണഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ രൂക്ഷത കാര്യമായിട്ട് കുറയും. എന്ന് മാത്രമല്ല 23 ശനി കുംഭത്തിലേക്ക് പകർന്നു. അപ്പോൾ ആ ദോഷത്തിൻ്റെ ഒരു വളരെയധികം കാഠിന്യം കുറഞ്ഞു. എന്ന് മാത്രമല്ല ഇവർക്ക് 2023 കഴിഞ്ഞ വർഷത്തോടുകൂടി ഏപ്രിലോടുകൂടിയിട്ട് വ്യാഴവും കൂടെ 5ാം ഭാവത്തിലേക്ക് പകരുമ്പോൾ ഈ രാശിക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ, ഞാൻ പറഞ്ഞത് വ്യത്യാസമുണ്ട്. 2024 വ്യാഴം 5ാം ഭാവത്തിലേക്ക് പോയിരുന്നു, 23 23 ശനി മാറി. എങ്കിലും 4ാം ഭാവത്തിലേക്ക് വ്യാഴവും വന്നപ്പോൾ 4 മെച്ചമായ ഒരു മിതമായ ഒരു ഫലമാണ് പറയേണ്ടത്, മിശ്രഫലം പറയാം. അപ്പം 4ലേക്ക് 23 തന്നെ 4ലേക്ക് വ്യാഴം വന്നു. 25 5ലേക്ക് പകർന്നു. അപ്പോൾ 25 ഒരു പൊതുവിലൊരു 25 ഈ വർഷം ഈ മാസമായപ്പോൾ ഇവർക്ക് പൊതുവിലൊരു മനപ്രസാദം, സന്തോഷമുള്ള കാര്യങ്ങൾ സംഭവിക്കുക ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാശിക്കാർക്ക്. ശനിയുടെ ദോഷവും ഇവർക്ക് ഈ രാശിക്കാരെ പറ്റി പറയുമ്പോൾ ഈ മകര രാശിക്കാർക്ക് 7 ശനിയുടെ ദോഷം ഇനിയിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ അത് ശനി അവിടെ നിൽപ്പുണ്ട്, ആ രാശി ഒഴിഞ്ഞിട്ടില്ല കുംഭൻ രാശിയിൽ നിന്ന്. പക്ഷേ ഇവർക്ക് ആ ദോഷം പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഗ്രഹസ്ഥയാണ് പറയേണ്ടത്. കാരണം വ്യാഴം 5 പൂർവ്വപുണ്യസ്ഥാനമായിട്ടുള്ള 5 നിൽക്കുന്ന വ്യാഴം അതിൻ്റെ 9ാം ദൃഷ്ടി കൊണ്ടിട്ട് ഇവരുടെ രാശിയെ വീക്ഷിക്കും. ഞാൻ മറ്റു വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ മകരൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവർക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കിട്ടാത്ത രാശിക്കാരാണ്. അപ്പോൾ കാലദോഷമുള്ള രാശിക്കാരെന്ന് ഉറപ്പായി. അപ്പോൾ ഈ വർഷത്തോടു കൂടിയാണ് ഇവരുടെ ഒരു ടെൻഷനിൽ നിന്ന് ഒരു പൂർണ്ണമായിട്ട് ഒരു മുക്തിയായിട്ട് ജീവിതം ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഈ രാശിക്കാർ. അപ്പോൾ അതിന് കാരണം 5 നിന്നിട്ട് ജന്മരാശിയിലേക്ക് നോക്കുന്ന വ്യാഴത്തിൻ്റെ 9ാം വിശേഷ ദൃഷ്ടിയാണ്. ആ സന്തോഷത്തിന് ശരീരമൊക്കെ ഒന്ന് നന്നാവുക, മനസ്സൊക്കെ ഒന്ന് മനപ്രസാദം ഉണ്ടാവുക, ഒരു വിനോദയാത്ര പോകാനും പുറത്തുപോയി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ നല്ല രീതിയിലുള്ള ഇങ്ങനെയുള്ള ദൃഷ്ടിയൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ പൊതുവിൽ ഒരു നിൽക്കുന്നൊരു കാലമാണ്. പ്രത്യേകിച്ച് ഈ വർഷം മെയ് മാസത്തോടുകൂടി ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒക്ടോബർ മാസം വരെ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ജൂൺ 30 ശനി വക്രത്തിൽ പോയപ്പോൾ ആ ദോഷവും ഇല്ല, 7 ശനിയുടെ ദോഷവും ഇവർക്ക് പ്രകടമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, 7 ശനി ദോഷം ഇവർക്ക് രാശിക്കാർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴും ഇവരുടെ ഗ്രഹസ്ഥിതി. പിന്നെ ഇവരുടെ രാശിയുടെ 3ാം രാശിയിൽ സർപ്പം നിൽപ്പുണ്ട്. 3 ഉപജയഭാവമാണ്, അവിടെ സർപ്പം നിൽപ്പുന്നതും അതിവിശേഷമായിട്ട് വരും. 3ാം രാശിയിൽ സർപ്പം നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ 9ാം രാശിയിൽ കേതു നിൽപ്പുണ്ട്. പിന്നെ ഈ രാശിക്കാരുടെ 6ാം രാശിയിൽ പിന്നെ ചൊവ്വ. ഈ ഇപ്പം കണ്ടില്ലേ 3, 6 അങ്ങനെയുള്ള ഭാവങ്ങളിലൊക്കെ പാപന്മാർ നിൽക്കുന്നത്, അത് നല്ല ഗ്രഹസ്ഥിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് അത്ര രൂക്ഷമായ കാലഘട്ടം അല്ലെന്ന് പറഞ്ഞത്. 7 ശരിയായിട്ട് കൂടിയിട്ട് അങ്ങനെ നിൽക്കുന്നു. പിന്നെ 10ാം ഭാവത്തിൽ ശുക്രനുണ്ട്. 9ാം ഭാവത്തിൽ കേതുവിൻ്റെ കൂടെ സൂര്യനും ബുധനും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവരുടെ ഗ്രഹസ്ഥിതി. അപ്പോൾ വ്യാഴം പൂർവ്വപുണ്യം എന്നൊരു ഭാവത്തിൽ ഇപ്പം നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഇവരുടെ ഒക്ടോബർ മാസത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. സൂര്യൻ്റെ 9ലേക്കും 10ലേക്കുമുള്ള പകർച്ച ഇവർക്ക് നല്ല ഫലങ്ങളെ നൽകും. ബുധൻ 10 നിൽക്കുന്നത് 10ലേക്കും 11ലേക്കും പകരുന്നതും ഇവരുടെ ജോലി സ്ഥലത്ത് നല്ല രീതിയിൽ വീട്ടിലൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നതിന് സഹായിക്കും. ശുക്രൻ്റെ 11ലെ സ്ഥിതി 11ലേക്ക് പകരുമ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാകും. ഒക്ടോബർ 12ാം തീയതി ശുക്രൻ ഇവരുടെ 11ാം രാശിയായിട്ടുള്ള വൃശ്ചിക രാശിയിലേക്ക് പകരുന്നു. അപ്പം പൊതുവിൽ ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവരെ നല്ല രീതിയിൽ ആണെന്നുള്ളത് മനസ്സിലാക്കാണല്ലോ. അങ്ങനെ അപ്പോൾ അതുപോലെ തന്നെ ചൊവ്വ ഇവരുടെ 6ാം ഭാവത്തിൽ നിൽക്കുന്നത്, ഋണരോഗസ്ഥാനത്ത് നിൽക്കുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള നമ്മളെ വിസ്മയിപ്പിക്കുന്ന വാർത്തകളൊക്കെ തേടിയെത്തുന്ന ഗ്രഹസ്ഥയാണ്. അത് ഒക്ടോബർ 22ാം തീയതി വരെയുള്ള ആ രാശിയിലുള്ളൂ. അപ്പോൾ അതുവരെ നല്ല സമയമാണ്. നമ്മൾ അതിശയിപ്പിക്കുന്ന വാർത്തകൾ തേടിയെത്തും എന്നുള്ളതാണ്. വ്യാഴം ഇപ്പം നിൽക്കുന്നത് നല്ല ഭാഗ്യങ്ങൾ ചെയ്തുകൊണ്ടാണ് വ്യാഴം നിൽക്കുന്നത്. അത്
നമ്മുടെ വ്യാഴം ഇടവൻ രാശി എന്നുകൊണ്ട് അതിൻ്റെ 5-ാം വിശേഷാൽ ദൃഷ്ടി കൊണ്ട് കേതുവിനെ വീക്ഷിക്കുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ, ഭാഗ്യങ്ങൾ കൊണ്ടുത്തരിക, ഭാഗ്യങ്ങളും നല്ല വാർത്തകളും കേൾക്കാൻ ഇടയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫലം. അപ്പോൾ രാഹു നല്ല ഭാവത്തിൽ, ഉപജയഭാവത്തിൽ നിൽക്കുന്നത് നമ്മുടെ ജോലിക്കും നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിക്കൊക്കെ നല്ലതാണ്. ശനി അവിടെ ആ രാശിയിൽ നിന്ന് പിന്നെ ഇങ്ങനെ സ്ലോ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം നമുക്ക് ഉണ്ടായേക്കാം ആ രാശിയിലുള്ള വക്രത്തിൽ നിൽക്കുന്നതുകൊണ്ടിട്ട്. പക്ഷെ നമുക്ക് ശനി ഒരു കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രാശിയിൽ നിന്ന് വക്രതയിലായതുകൊണ്ട് എന്നാലും ആ ശനിയുടെ ഒരു ചെറിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഈ രാശിക്കാർക്കുണ്ടാവും. അപ്പോൾ ഇവരുടെ ഈ മാസത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് വെച്ചാൽ ഒക്ടോബർ 9 വ്യാഴത്തിൻ്റെ വക്രഗതി ആരംഭിക്കും. ആ വ്യാഴത്തിൻ്റെ വക്രഗതി ആരംഭിക്കുമ്പോൾ ഇവർക്ക് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളും ഒക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നവംബർ 15-ാം തീയതി വരെയുള്ള, നവംബർ 15-ാം തീയതി ശനി ആ വക്രത്തിലുണ്ട്. അതുവരെയുള്ള ഒരു 6 ആഴ്ചകൾ ഇവർ ചെറിയ തരത്തിലുള്ള തടസ്സങ്ങളും താമസവും ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഒരു മൊത്തത്തിലൊരു മന്ദഗതിയും തടസ്സങ്ങളൊക്കെ കണ്ടു തുടങ്ങും ഈ ഒക്ടോബർ 10-ാം തീയതിയോട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവരുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രാശിക്കാർക്ക് മുമ്പോട്ടുള്ള ഒരു 3 വർഷക്കാലം, 3 വർഷക്കാലത്ത് മറ്റേ ഇവർക്ക് അടുത്ത വർഷം കണ്ടശനി ദോഷം ആരംഭിക്കും ഈ രാശിക്കാർക്ക്. എന്നാൽ പോലും പൊതുവിലുള്ള മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയൊക്കെ പരിഗണിക്കുമ്പോൾ ഈ വ്യാഴത്തിൻ്റെ 6-ലേക്ക് പോകുന്നതും വ്യാഴം 6-ാം ഭാവത്തിലേക്ക് പോകുന്നതും കണ്ടശനി വരുന്ന ആ ഒരു വർഷം ഒഴിച്ചാൽ പിന്നെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം വ്യാഴം 7 പോകുമ്പോൾ അതിൻ്റെ ദോഷം ബാലൻസ് ചെയ്യപ്പെടും. അപ്പോൾ പൊതുവിലൊരു ഇവരുടെ വ്യാഴത്തിൻ്റെ വക്രഗതി ഈ രാശിക്കാർക്ക് ചെറിയ തടസ്സങ്ങളും താമസങ്ങളും ഒക്കെ ഈ രാശിക്കാർക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ രാശിക്കാർ ചെയ്യേണ്ടത് ശനിയാഴ്ചകളിൽ ശനീശ്വരനും അല്ലെങ്കിൽ ശാസ്താവിനും, വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിക്കും യഥാശക്തി വഴിപാടുകൾ നടത്തുക. ശ്രീകൃഷ്ണന് മഞ്ഞപ്പെട്ട്, മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ, താമരമാല, തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപ്പായസം തുടങ്ങിയ നിവേദ്യങ്ങൾക്ക് സമർപ്പിച്ച് പ്രീതിപ്പെടുത്താവുന്നതാണ്. ശനിയാഴ്ചകളിൽ ശാസ്താവിന് എള്ളുകീട് സമർപ്പിക്കുക, നീരാഞ്ജനം നടത്തുക, നെയ്വിളക്ക് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അവരിപ്പോൾ ഒക്ടോബർ 9-ാം തീയതി വരെ ചെയ്യേണ്ട ഈ ശ്രീകൃഷ്ണൻ്റെ വഴിപാടുകളും ചെയ്യേണ്ട. ഒക്ടോബർ 9-ാം തീയതി വ്യാഴം പ്രസാദിച്ചിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഒക്ടോബർ 9-ാം തീയതി കഴിയുമ്പോൾ തടസ്സങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ വ്യാഴപ്രീതികരമായ വഴിപാടുകൾ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെയ്യുക. അതുപോലെ തന്നെ ശനിപ്രീതികരമായ കണ്ടശനി അല്ല 7 ശനി ദോഷം ഉണ്ടല്ലോ. അപ്പോൾ ശനിപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ അനുഷ്ഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തീയതിയിൽ മിസ്റ്റേക്ക് വന്നത്, അടുത്ത വർഷം ഇവർക്ക് ശനി 3 ഭാവത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ഒരു 3 വർഷം 3-ലെ ശനി മുടിചൂടി വാഴുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വ്യാഴത്തിൻ്റെ പിഴവ് വരും, 6-ലേക്ക് വരും. എങ്കിൽ പോലും ഇവർക്ക് 3-ലെ ശനി വളരെ നല്ല പൊസിഷനായിരിക്കും. 3-ലെ ശനി മുടിയൂടി 2.5 വർഷം ഉണ്ടത്. അപ്പോൾ അതുകൊണ്ടിട്ട് മറ്റ് കാലദോഷങ്ങളൊന്നും അത്ര കാര്യമായിട്ട് ഒരു ബാധിക്കില്ല. അപ്പോൾ മുമ്പോട്ടൊരു 3 വർഷം ഇവർക്ക് ശോഭനമായിട്ട് തന്നെ കാണുന്ന ഈ രാശിക്കാർക്ക് ഒരു ചെറിയ സ്ലോ ഡൗൺ വ്യാഴത്തിൻ്റെ വക്രം കൊണ്ടിട്ട് ഫെബ്രുവരി 4-ാം തീയതി വരെ വരും. ചെറിയ തടസ്സങ്ങൾ വരും. അതിന് ഈ വഴിപാടുകൾ ചെയ്താൽ മതി. ഇവരുടെ കാലദോഷങ്ങളൊക്കെ മാറി എന്ന് വരെ അങ്ങോട്ട് മനസ്സിലുറപ്പിക്കുക. ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ രാശിക്കാർ ധൈര്യമായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ വഴിപാടുകളാണ് ചെയ്യുന്നത്. നമ്മളിപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി വരാൻ ഈ ഗ്രഹദോഷം പിടിക്കുമ്പോൾ ശരീരത്തിനും ബുദ്ധിമുട്ടുള്ള വരും. അതിൻ്റെ എലമെൻറ്റ്സ് ചേഞ്ച് ആകുന്നതുകൊണ്ടാണ് ശരീരത്തിന് ക്ഷീണവും മനസ്സിന് തളർച്ചയൊക്കെ തോന്നുന്നത്. അത് മാറാനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി നോൺ വെജ് ഭക്ഷണം കഴിച്ചിട്ടല്ല പോകേണ്ടത്. പോകുന്നതിന് ഇപ്പോൾ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണനടുത്തും ശനിയാഴ്ചകളിൽ ശാസ്താവിനടുത്തും പോകുന്നതിന് തലേദിവസം നോൺ ഭക്ഷണം കഴിക്കുന്നത് കഴിയുമെങ്കിൽ ഒരിക്കലെടുത്ത് പ്രാർത്ഥനയോടെ പോകണം. അവിടെ ചെയ്യേണ്ട നിവേദ്യങ്ങൾ സമർപ്പിച്ച് ദേവനെ പ്രീതിപ്പെടുത്താനാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അവിടെ പോയതിനു ശേഷം നമ്മുടെ സമയദോഷം മാറാനാണ് പോകുന്നത്. ദർശനം കഴിഞ്ഞ് 10-15 മിനിറ്റ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. പിന്നെ ശ്രീകോവിലിൻ്റെ സമീപത്തായിട്ട് ഇരിക്കാവുന്നതാണ്. അത് 5 മിനിറ്റെങ്കിലും അവിടെ നിർബന്ധമായിട്ട് ഇരുന്നിരിക്കണം നമ്മൾ. എന്നാലും മാത്രമേ ഈ ക്ഷേത്ര ദർശനത്തിൻ്റെ ഫലം നമുക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ ഇതാണ് മകരരാശിക്കാരുടെ ഫലം. ചെറിയ രീതിയിലുള്ള സ്ലോ ഡൗൺ. നിങ്ങളുടെ ഈ വളർച്ചയെ കണ്ട ആൾക്കാർ
എന്താ അസൂയയോടെ നിങ്ങൾ നോക്കിയിരിക്കുന്ന സമയമാണ്. എങ്കിലും അതിൻ്റെ ഒരു കയറ്റത്തിൻ്റെ ഇറക്കമുണ്ട്, ചെറിയൊരു ഇറക്കം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ഷീണമുള്ള സമയമാണ് വരുന്നത് ഇതായിട്ട് ഈ വക്രം തീരുന്നവരെ. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളൊന്ന് ഈ രീതിയിലുള്ള വഴിപാടൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു കുഴപ്പങ്ങളുമില്ല എന്ന് മാത്രമല്ല, വരുന്ന 3 വർഷം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇനി ഈ ഇത്രയും ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ 7 ശനിയുടെ ദോഷം നിങ്ങൾക്ക് പറയേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ ആ വഴിപാട് ചെയ്തോളൂ. ഇപ്പോൾ എല്ലാം സ്ഥിരമായി ചെയ്യണമെന്നില്ല, ദോഷം തോന്നുന്നു മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ മാസത്തിൽ 1 or 2 സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ അതാണ് ഈ രാശിക്കാരുടെ ഒരു സ്ഥിതി എന്ന് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക. ഇനി വരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ മകരം രാശിക്കാർക്ക് സർവേശ്വരകാരൻ അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ തരുന്ന സമയം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി വരുന്ന ചെറിയൊരു മന്ദഗതി സമയം തടസ്സങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് മുമ്പോട്ട് പോകാനുള്ള ധൈര്യവും ആത്മബലമൊക്കെ കൊടുക്കട്ടെ എന്നും അവരുടെ ശോഭനമായിട്ടൊരു ഭാവി അവർക്ക് അനുഭവിക്കാൻ കഴിയട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.